നമ്മൾ ഒ പിയിൽ പ്രായമായ ലേഡീസ് കോമൺ ആയിട്ട് വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് യൂറിൻ അറിയാതെ പോകുന്നു എന്നുള്ളത്. ഇത് ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് അർജ് ഇൻകോൺഫിഡൻസ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതായത് മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ അപ്പം തന്നെ പോകേണ്ടി വരുന്നത്. അതിന് യൂഷ്വലി ഇൻഫെക്ഷൻ, ഡയബറ്റീസ് എന്ന് പറയുന്ന കാരണങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളും ഉപരി രോഗിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം സ്ട്രെസ് യൂറിനറി ഇൻകോൺഫിഡൻസ് ആണ്. അതായത് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ യൂറിൻ അറിയാതെ പോകുന്ന പ്രശ്നമാണ്. ഇത് ഉണ്ടാകാനുള്ള കാരണം ലേഡീസിന് എസ്പെഷ്യലി ഡെലിവറീസിന് ശേഷം ഈ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ വയറിലെ അടിത്തട്ടിലെ മസിൽസ് വീക്ക് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. എക്സസീവ് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, കെഫിനേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, പിന്നെ ഒരു പ്രോപ്പർ ഫ്ലൂയിഡ് ബാലൻസ്, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നീ കാര്യങ്ങളാണ്. ഇതുകൊണ്ട് നമുക്ക് ശമനമായിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാബ്ലറ്റ്സ് ആണ്. അതിനുവേണ്ടിയുള്ള ഫലപ്രദമായ ടാബ്ലറ്റ്സ് ഉണ്ട്. അതിലും റിലീഫ് ആയില്ലെങ്കിൽ നമ്മൾ സ്ലിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത്. അതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണ്. അതായത് നമ്മൾ മൂത്രനാളി അല്ലെങ്കിൽ മൂത്രവാഹിനി കുഴലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്ലിംഗ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 100% ഫലപ്രദമായ ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഭൂരിഭാഗം ലേഡീസും ഇതൊരു നോർമൽസി ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഇത് പുറത്തു പറയാൻ മടിക്കുകയോ ചെയ്തിട്ട് ഈ മുമ്പോട്ട് വരത്തില്ല. പക്ഷേ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദവും ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സുമാണ്.